ഓറഞ്ച് അലർട്ടിന് ഏത് നിമിഷവും സാധ്യതയാണ്. പത്രത്തിലുണ്ടോ? പിന്നെ ഇതിലല്ലേ ഉള്ളത്. ഒരു കഷ്ടം നോക്ക്. ഇതെങ്ങാനും ഷട്ടർ തുറന്നിട്ട് വെള്ളം ഇങ്ങോട്ട് കുത്തിയൊലിച്ച് വന്ന വീടും കൂടെ ഒക്കെ ഒലിച്ചു കൂട്ടോ. ഇജ്ജ് പേടിപ്പിക്കില്ല സുഗത, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഉറക്കം കിട്ടില്ല ഇന്നലെ മുതല്. അതെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ 3 സ്കൂട്ടറിന്റെ ട്യൂബ് ചേർത്ത് വെച്ച് കെട്ടിട്ട് അതിന്റെ മുകളിലാണ് കിടന്നുറങ്ങണേ. അതിന് വെള്ളം വന്നാലും പൊങ്ങി എവിടെയെങ്കിലും കിടക്കുമല്ലോ, വെള്ളത്തിനടി പോകില്ലല്ലോ. നീ ഇപ്പൊ ഈ സ്കൂട്ടറിന്റെ ട്യൂബ് വെച്ചിട്ട് എന്തൊരു കാര്യം? നീ വല്ല JCBയുടെ ട്യൂബ് വെക്കടാ, നിന്നെ താങ്ങണ്ടേ? അതെ, ഇവനതൊക്കെ പറയാം. ഒറ്റത്തടിയാണേ, നമുക്ക് കുടുംബമുണ്ട്, അവരെ രക്ഷിക്കണ്ടേ. ഞാൻ ഒറ്റത്തടിയാണെങ്കിൽ എനിക്ക് ഞാനില്ലേ. അല്ല, സംഭവം ഉള്ളത് തന്നെ കേട്ടോ. നമ്മളാ ദാമോരട്ടം വന്നിട്ട് എന്റെ പേരിലും വന്ന് പറഞ്ഞിനി പെട്ടെന്ന് ഒഴിഞ്ഞു പോയിക്കോ പോയിട്ടോ. എന്തുട്രാ ഈ പറയണത്? നിങ്ങൾക്ക് എന്തുട്ട് പേടി തുറമാണ്ടാ? ഇതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് 92-ല് അന്ന് ഞങ്ങളുടെ ഫാമിലി കൂടി ഒരു പാർത്ത സമയമാണത്. നിങ്ങളൊന്നും ഇവിടെ എത്തിയില്ല. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തില് വേറാറും മഴയാണ്. ഡാമിൽ വെള്ളം ഇങ്ങനെ കയറി കഴിഞ്ഞ വരെ ആൾക്കാരുടെ മനസ്സിലൊക്കെ വല്ലാത്ത പരിഭ്രാന്തി തുടങ്ങി. ഈ സമയത്ത് ഡാം തുറക്കണ്ട എന്നുള്ളൊരു ആശങ്കയാണ്. സംഭവം എന്തിനു പറയണു? ഡാം തുറന്നു. ഡാം തുറന്ന് മലവെള്ളം വരമാതിരി ഒരു വരവാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു കുലുക്കം വേണ്ടേ? ഒരു വിറകും കൊള്ളി ഒഴുകി പോയില്ലേ അവിടുന്ന്. ആ ജാതി സ്ഥലം അത്. അല്ല, നിങ്ങൾ നേരിട്ട് കണ്ട അനുഭവമാണ്. അന്ന് ആകെ 4-5 വീടും അത് ഡാം വിട്ടിട്ടൊക്കെ. അപ്പൊ നമ്മളൊക്കെ താമസിക്കാൻ സ്ഥലമില്ലാണ്ട് ഡാമിന്റെ അടുത്തല്ലേ താമസിക്കണേ. വെള്ളം ഒഴുകി പോകേണ്ടടുത്താ വീട് വെച്ചേക്കണേ. വേറൊരു കാര്യം ഞാൻ കേട്ടെന്ന് അറിയോ? നമ്മൾ ഈ ഡാം മണ്ണുകൊണ്ടാണ് പോലെ ഉണ്ടാക്കി, പെട്ടെന്ന് പൊളിഞ്ഞു പോവില്ലേ? എന്തോട്ടാവാൻ പറയുന്നത്? അതായത് കുറച്ച് മണ്ണ് ഇങ്ങനെ കൊളിച്ചു വെച്ചിരിക്കല്ലേ. മണ്ണ്, ചുണ്ണാമ്പ്, ശർക്കര, പച്ചലുകള്, ഇതിന്റെ മിശ്രിതാണ് ഈ സാധനം. ഈ സാധനം നമ്മൾ നോക്കിണ്ട, പഴയ കാലത്ത് നമ്മളെ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. ഈ സാധനം കുത്തിയാവില്ലേ? അത് അത്ര ഉറപ്പാണ്. നേരെ മുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെങ്ങാനും കുറച്ച് സിമെന്റ് വെച്ച് തേച്ച സാധനം പോയി. അന്നത്തെ കാലത്ത് ഈ ബ്രിട്ടീഷുകാർക്ക് അവർക്കൊന്നും ഈ കൈക്കൂലിയുടെ കളി അറിയില്ല. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ കളി അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ സാധനം അപ്പൊ പൊളിഞ്ഞ് പാളീസായി വെച്ചാൽ മതി. അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഈ സർക്കാർ അല്ല രാജിവെക്കേണ്ടത്. ഇത് രാജിവെക്കേണ്ടത് അമേരിക്കൻ സർക്കാരാണ്. ട്രംപ് ആണ് രാജിവെക്കേണ്ടത്. ട്രംപ് എന്ത് വെച്ചെന്ന് ഈ പറയണേ? ഇത് അവരാൾക്കാരുണ്ടാക്കിയ ഡാമല്ലേ. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം. അല്ല, ഇപ്പൊ ട്രംപ് ആണ് ബ്രിട്ടീഷ്. അത് ശരി. പിന്നെ അല്ലാണ്ട് അല്ല, ആരായി ട്രംപ്? ട്രംപ് അമേരിക്ക അല്ല, നീ ഇപ്പൊ അത് വിവരിക്കാൻ നിൽക്കുക. ഇയാളോട് പറയാൻ നിന്നുണ്ടെങ്കിൽ കാപ്പാട് വാസ്കോടി നമ്മ കാലുകുത്തിയ കഥ മുതൽ പറയേണ്ടി വരും. ചുക്കുഞ്ഞുണ്ണാൻ പറയാ. നിങ്ങൾ എന്തിനാ ഈ ഡാം മറ്റേ പൊട്ടണ കഥ പറയണ്? ഇത് പൊട്ടുന്നല്ലേ പറയണ്, ഷട്ടർ തുറക്കുന്നല്ലേ പറയണേ. ഉള്ളൂ. അതാ പറഞ്ഞ പൊട്ടിയ വരെ ഇവിടെ പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്, ചങ്കുറപ്പുള്ള ആൾക്കാരാണ്. ഇയാൾക്ക് ചങ്കുറപ്പുണ്ടാവേ, കാരണം കയ്യിലെ കാശുണ്ട്. ബാക്കിയുള്ള കടം മേടിച്ചിട്ട് 5 സെന്റ് സ്ഥലം മേടിച്ചൊരു വീട് വെച്ചിട്ടുള്ളൂ. ഇപ്പൊ ആ മാത്താപ്പിളനൊക്കെ നോക്ക്, നെഞ്ചും വിരിച്ചിട്ടാ നടക്കണേ. ആ ചങ്കുറപ്പ എനിക്ക്. മാത്താപ്പിളുടെ വീട് ഡാമിന്റെ എത്ര ദൂരെ കിടക്കുന്നത്? നമ്മുടെ വീട് അടുത്തല്ലേ, നമുക്കല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തുട്ടൊക്കെ മലവെള്ളപ്പാച്ചിൽ കണ്ടിട്ട് ഞെട്ടാതെ അങ്ങനെ ഉരുക്ക് പോലെ നിൽക്കണ ആൾക്കാരാണ്. ഇവരെ ഇങ്ങനെ ധൈര്യമൊക്കെ തരും, പക്ഷെ ഈ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ? അവര് പറയും വെള്ളം പോവില്ല, ഒരു പേടിയും പേടിക്കണ്ടെന്ന് പറയും. വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം നശിച്ചാണ്ട് പോയി കഴിഞ്ഞാൽ 5 കോടി 10 കോടി പ്രകൃതി ദുരിതം നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കട്ടെടുക്കും അവര്. അതെ, ഞാനിപ്പോ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ കേരളത്തിലുള്ള സകലമാന മരങ്ങളും അങ്ങോട്ട് മുറിച്ചു മാറ്റുക. എന്തുട്ടാ മരക്കമ്മിയോടൊന്നുണ്ട്? അതല്ല ശീതലേട്ടാ, ഇപ്പൊ മരം ഉള്ളത് കൊണ്ടാണല്ലോ മഴ പെയ്യുന്നത്. മഴ പെയ്യുമ്പോഴല്ലേ ഇങ്ങനെ വെള്ളം കെട്ടി വരുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് പേടിക്കേണ്ടി വരുന്നത്. മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയാൽ പിന്നെ മഴ പെയ്യില്ല, വെള്ളം ഉണ്ടാവില്ല. എന്ത് വിവരക്കാരാണ്ടോ ഈ പറയണേ? ഇക്കണ്ട കാലം മുഴുവൻ നമ്മളോട് മാസന്മാരും ഭേദപ്പെട്ടവരൊക്കെ പറഞ്ഞത് മരം കുഴിച്ചിടുന്ന. ഇപ്പൊ ഇത് മുഴുവനായിട്ട് വെട്ടി മാറ്റുക. നിങ്ങളൊക്കെ മാസന്മാര് പറയുന്ന പൊട്ടത്തരങ്ങളെല്ലാം. അതെ, ഒരു കാര്യം ഞാൻ പറയാം, ഇത് മരം മുറിച്ചു കളയേണ്ടി വരില്ലട്ടാ. ഷട്ടർ തുറന്നും വെള്ളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുള്ള മരം അടക്കം ഒലിച്ചു പോകും. നിങ്ങളിങ്ങനെ മരണത്തിന് പേടിക്കില്ലട്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, മരിക്കാനാണ് ചെയ്ത് നോക്കിയേ, ഈ മരത്തിന്റെ കൊമ്പുകൾ പൊട്ടി വീണാലും ഉദാഹരണം പറഞ്ഞതാ. അതെ, ഗുളിക നിൽക്കണ സമയമാണെങ്കിൽ ചിലപ്പോ ഉദാഹരണം പറയണ സത്യമാവും. മോനൊന്ന് പിടിക്കണോ? അത് പേടിക്കാനില്ലേ? ഓറഞ്ച് അലർന്നത് പേടിക്കാന്നില്ലേ? അതെ, ഇനിയിപ്പോ ഏത് നിമിഷം മറ്റേ ഷട്ടർ തുറക്കൂട്ടാ, കുത്തിയൊലിച്ചു പോ. ഞാൻ എങ്ങനെ താമസം മാറാ? നീ ഒന്ന് ബഹളം ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ഒരു സുഖത. ഇത് കഴിഞ്ഞ റെഡ് അലർട്ട് ഉണ്ട്. ആ സാധനം വരുമ്പോഴാണ് ഇത് ചെറുതായിട്ടൊന്ന് തുറന്നു വിടേണ്ട കാര്യം വരുന്നുള്ളൂ. എപ്പോഴാണ് നിറഞ്ഞിട്ട് തുറന്നു വിടാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്തുട്ട് പേടിയത്? അതെ, നിങ്ങളെക്കാൾ പേടിച്ചൂരാണ് എന്റെ ഭാര്യ. അവളിപ്പോ ആകെ കിടന്ന് കാര് പിടിക്കണ്ടാവും. ഞാൻ പോയി സമാധാനിച്ചിട്ട് വരണ. ചങ്കുറപ്പുണ്ടാക്കി, ചങ്കുറപ്പ്. ചങ്കുറപ്പ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത്? സൂക്ഷിക്കാൻ വേണ്ടിട്ടാണ്.
സുധേട്ടാ, ഇവിടെ എവിടെയെങ്കിലും ഈ JCBയുടെ ട്യൂബ് കിട്ടുന്ന സ്ഥലം അറിയാമോ? ഇവിടെ ചുബാന്റെ ലാലുവിന്റെ കടയിൽ കിട്ടും. ലാലുവിന്റെ കടയിൽ കിട്ടും. അവിടെ ഇട്ടേ ചിന്തേട്ടാ. എന്നിട്ട് നീ പറഞ്ഞത് സ്ഥിരം കൊടുക്കുന്ന സാധനല്ലേ? സ്ഥിരം കൊടുക്കുകയാണെങ്കിൽ അവിടെ കിടന്നോളൂ. സ്ഥിരം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ എന്തൊക്കെ കാണിക്കണെന്ന്? അല്ല, നീ എന്തൊട്ട് ഉദ്ദേശിക്കുന്നത്? നീ വരുന്നില്ലേ? എന്റെ ശീതളട്ടെ കൊമ്പമീശം വെച്ച് നിങ്ങൾ ഇങ്ങനെ പേടിച്ചു തൂറി ആവല്ലേ? ഓരോരുത്തർ ആ മൊയ്തുനെയൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാർ നടുക്കറിയുന്ന ഇത് പറയാനറിയില്ല, വീമ്പ് പറയാനറിയാലോ. ഈ ആളുകളുടെ അടുത്തൊന്നും വർത്താനം പറയുന്ന മാതിരിയല്ല. ഇത് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ലോ ഈ ജാതി സംസാരം ഒന്നും കിട്ടില്ല നിനക്ക്. ശീതളേട്ട, ഈ വെള്ളം വരുമ്പോഴേ അത് റൂട്ട് മാപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആ വഴി അങ്ങ് പൊക്കോളും. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചാടണ്ട. അല്ല, നീ ആരാ ഡാൻസറാണ് ഇത്ര ധൈര്യം കാണിക്കാനായിട്ട്? ഇങ്ങോട്ട് മാറുന്നിടങ്ങി സാധനങ്ങൾ എടുത്തു വെക്കാൻ. ശീതളേട്ട, അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ഗവൺമെന്റ് നമ്മളെ അറിയിക്കില്ലേ ശീതളേട്ടാ? അയ്യോ, ഗവൺമെന്റിന്റെ വർത്താനം കേട്ടിട്ട് നീ അതെ അവരുടെ വർത്താനം കേട്ട് നിൽക്ക. എടി, നീ ആ ആധാരം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നീ മനസ്സിലാക്കിയോ? പോകാം. നമ്മളെങ്ങോട്ട് പോകും? നിങ്ങൾ ആരിയ്ക്കണം? എവിടെ ഇരിക്കണ? തൃശ്ശൂർക്ക് പോവും. അപ്പൊ തൃശ്ശൂരോട്ടെ വെള്ളം വന്നെങ്കിലോ? ഞാൻ ആലപ്പുഴ പോയെന്നാ കുഴപ്പം. ആലപ്പുഴയ്ക്ക് എത്തില്ലേ? ആലപ്പുഴയ്ക്ക് എത്തും. ഇപ്പോഴേ വെള്ളത്തിൽ മുങ്ങി കിടക്കാനുള്ള ആലപ്പുഴ. നിങ്ങൾ വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും. ഈ TV തുറന്നിട്ട് 24 മണിക്കൂർ ഈ കണ്ണിക്കട്ട ന്യൂസ് കാണാതിരിക്കും. അവർ ഓരോന്നോണം പറയും, നിങ്ങൾ അത് വിശ്വസിച്ച് എന്ന് പറഞ്ഞ് കാണിക്കും. ശ്യാമള, നിനക്കിന്റെ ഗൗരവം മനസ്സിലായില്ലേട്ടാ. ഇപ്പതാ നോക്കിയേ, ഓറഞ്ച് അലാറ എന്തുട്ട് അലാറൊക്കെ ഇപ്പൊ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് റെഡാണ്. അത് വരുമ്പോ മിനിറ്റ് വെച്ചിട്ട് സാധനങ്ങൾ വരിക. നിന്റെ ഈ വർത്താനം നീ തുടിപ്പൊന്നും കാണില്ലേപ്പോ. നിങ്ങൾ എങ്ങോട്ടാ ചപ്പോ? എന്നെ വിളിക്കണ്ട. പറഞ്ഞാ മനസ്സിലാവണം മനുഷ്യനായിട്ടുണ്ടെങ്കിൽ. ഇല്ലൊരു കുഴപ്പം വരില്ലെന്ന് ഞാനല്ലേ പറയണ. ഇത്ര പേടിയില്ലാത്തൊരു ജന്തുവിന്റെ കൂടെ ആയില്ല ഞാൻ ജീവിക്കണം ഞാൻ ആലോചിക്കണം. നീ എന്തൊട്ട് ഉദ്ദേശിക്കണം നീ ശ്യാമ? നീ ശീതളേട്ട, ഈ ഡാം ഞാൻ കുഞ്ഞിലേ മുതൽ കാണുന്നതല്ലേ, അത് നമ്മളെ ചതിക്കൂലെന്ന്. നീ എന്താ തെങ്ങ് ചതിക്കില്ല എന്ന് പറഞ്ഞ മാതിരി പറഞ്ഞേ? ഇപ്പോഴത്തെ സ്ഥിതി എന്താ പറയുന്നത് നിനക്ക്? നീ ആരെ വിശ്വസിച്ച് നിൽക്കണോളെ? മനുഷ്യന്മാരുടെ ആട്ടിയും കാര്യം വരച്ചിട്ട് വയ്യാന്ന് ഒരു സമാധാനം കിട്ടല്ലേ? വാർത്ത കേട്ട അന്ന് മുതൽ വിഷമിക്കണേ. ആളുകളുടെ ഇടയിൽ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിട്ട് ഓരോന്നിങ്ങനെ വിളിച്ചു പറയണമെന്നല്ലാണ്ട് ജീവനങ്ങൾ പോകുമ്പോ നിനക്കറിയില്ലേ? ശ്വാസം മുട്ടിയാണ് ചാവും. എന്തായാലും ചാവും. എന്റെ പോരു കോഴി. നിങ്ങളൊരു പേടിത്തോണ്ട്. ഡാം പൊട്ടിയിട്ട് വെള്ളം ഒഴിക്കുക. ഞാൻ സ്വപ്നം കണ്ടതാ. എന്റെ ഉമ്മ എല്ലാരും ഒഴിക്കാണ്. പശു, ആടു, നായും പൂച്ചയൊക്കെ ഒഴിക്കുക. ഈ കേക്കണ്ടോ? സ്വപ്നല്ലേ? ഞാൻ കാണുന്ന സ്വപ്നം പലിക്കും സൂറ. അനക്ക് ഓർമ്മയില്ലേ അന്റെ ബാപ്പ മരിക്കണ 2 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കണ്ടല്ലേ? അന്റെ ബാപ്പ കാറിടിച്ച് മരിക്കണ അതുപോലെ സംഭവിച്ചില്ലേ? വേഗം നമ്മളെ തുണി സാധനങ്ങളൊക്കെ എടുത്ത് ഒരു പെട്ടി കെട്ടിക്കോ, നമുക്ക് വയനാട്ടിലേക്ക് പോവാം. സ്വപ്നം കണ്ടേ പെങ്ങളടുത്തേക്ക് പോവാ. ഇങ്ങോട്ടൊന്നും ഉറങ്ങണ്ട, രാവിലെ ആലോചിക്ക. സൂറ നോക്ക്, ഡാമ പൊട്ടിയതിട്ടോ പടക്കല്ല. എങ്ങനെയാണ് ഈ സൈത്താനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക? നമുക്കിനി കിടന്ന ഉറക്കം വരില്ല. എന്തൊക്കെയാണ് ദുനിയാവിൽ സംഭവിക്കാൻ പോണേ? എന്റെ റബ്ബേ, ഇത്തിരി വെള്ളം തരുമെങ്കിൽ. ഡാമെന്ന് വന്ന വെള്ളം ഒന്നും കുടിച്ചില്ലേ? കണ്ണു ചോരാത്ത വർത്താനം പറഞ്ഞ ചോറായി തൊണ്ട പറഞ്ഞിട്ടാണ്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പത്രങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലും TV-യിലൊക്കെ വരുന്ന വാർത്തകൾ കണ്ടിട്ട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അവരവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു കഴമ്പുമില്ല. നമ്മൾ ഡാം സേഫ്റ്റി അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു. അവർ വന്ന് ജലനിരപ്പെല്ലാം പരിശോധിച്ചു. ഷട്ടറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നൊക്കെ നോക്കി. ഇത് അപകടകരമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഈ ഷട്ടർ തുറക്കൂ.
ഇപ്പൊ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഈ ബ്ലൂ, ഓറഞ്ച്, റെഡ് എന്നൊക്കെ പറയുന്നത് വെറും സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ മാത്രമാണ്. ഇപ്പൊ നമ്മള് ഓറഞ്ചിൽ നിൽക്കുന്നു. റെഡ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും അപകടാവസ്ഥ ഉണ്ടെങ്കിൽ അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെ നമ്മൾ വേറൊരു ക്യാമ്പിലേക്ക് ഉറപ്പായിട്ട് മാറ്റി പാർപ്പിക്കും. കണ്ടോ എന്താ മാറ്റി പാർപ്പിക്കുന്നത്? അപ്പൊ അപകടം ഉണ്ടാവുന്നല്ലേ? ഇതെന്തായാലും ഡാം തുറന്ന വെള്ളം കുത്തിയൊളിച്ച് നമ്മുടെ വീടൊക്കെ പോകും. അതിന്റെ ഒരു മുൻകരുതൽ എടുക്കുമെന്നാണ് സാറ് പറഞ്ഞത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഡാമില്ലേ, ഇത് 1981-ലും 1992-ലും തുറന്നിട്ടുണ്ട്. അല്ല, അത് ശീതളേട്ടൻ പറഞ്ഞു. അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. കുഴപ്പമുണ്ടായില്ല. അന്നൊന്നും ഫേസ്ബുക്കില്ലല്ലോ. അല്ല സാറേ, 2403 അടി ഉയരമുള്ള ഡാമല്ലേ ഇത്? അതിന്റെ ഷട്ടർ തുറന്ന ഈ 2403 അടി ദൂരമുള്ള വെള്ളം കെട്ടിക്കണത് ഒന്നിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ പകുതി മുക്കാലും താഴൂല്ലേ? എന്താ ഈ കാണിക്കണ? വെള്ളം അങ്ങോട്ട് കുത്തി ഒഴുകാൻ വേണ്ടി ഷട്ടർ കടട തുറന്നു വെക്കണോ അല്ലെ തുറന്നു മലത്തിയൊന്നും അല്ല വെക്കണത്. അതിന്റെ അളവിന് ആവശ്യത്തിന് പതുക്കെയാണ് നമ്മൾ വെള്ളം ഒഴുക്കി വിടുന്നത്. വെറുതെ അതും ഇതും പറഞ്ഞ ആളുകളെ പേടിപ്പിച്ചോളും. പോത്തുപോലെ അല്ലേ ഇയാളൊക്കെ. ഈ 2403 അടി എന്ന് പറഞ്ഞില്ലേ, അത് സീ ലെവലിൽ നിന്നുള്ള ഉയരാണ്. ഈ സീ ലെവൽ എന്ന് പറയുമ്പോ അതായത് ഈ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരാണ് 2403 അടി. ശരിക്കും ഡാമിന്റെ ഉയരം എന്ന് പറയുന്നത് 145 അടിക്ക് താഴെയാണ്. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഈ പത്രത്തിലും ടിവിയിലും ഒക്കെ പറയുമ്പോ അത് അങ്ങനെ പറഞ്ഞാൽ പോലെ സാറേ, വെറുതെ ആൾക്കാരെ പേടിപ്പിക്കാൻ 2000-3000 എന്നൊക്കെ പറഞ്ഞു. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നത് അതല്ലേ. ഇനി ഇതിൽ തന്നെ 2398 അടി വെള്ളം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഷട്ടർ തുറക്കുന്നുള്ളൂ. എന്റെ സാറ് അതല്ലേ ഈ അപകടം ഉണ്ടാവുന്നത്. അപ്പൊ ഈ വെള്ളമൊക്കെ വേനൽക്കാലത്ത് അങ്ങോട്ട് കുറേശ്ശെ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? അപ്പൊ വെള്ളം അങ്ങോട്ട് ഒഴുക്കി വിട്ടാ കരണ്ട് തന്നെ എവിടെ നിന്ന് ഉണ്ടാക്കണോ? അങ്ങനെയുണ്ടല്ലേ? ഇരുട്ടത്തിരിക്കാനും എനിക്ക് പേടിയാ. അപ്പൊ ഇനി വേറെ ഒന്നുമില്ലല്ലോ. ശരി അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. ഈ ഡാമിനെ കുറിച്ച് പരിശോധിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണല്ലോ അല്ലേ? ആയിരിക്കും അല്ലേ? അല്ല, അവർക്ക് ഇതേപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഇത് വഴിയിലൂടെ പോയ കുറച്ച് ആളുകളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ ഡാം കൊണ്ടുപോയി നടത്തിച്ച് കാണിച്ചതാണ്. ഇത്ര നേരം പറഞ്ഞത് എന്താണ്? അല്ല സാർ, അങ്ങനെ ദേഷ്യപ്പെടുന്നു വേണ്ട. അയാളുടെ വീട് ഒലിച്ചു പോണ വിഷമം കൊണ്ടാണ് അയാൾ പറയുന്നത്. നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ് മനസ്സിലാവാത്തത്? അതെന്താ മനസ്സിലാവാത്തത്? ഞാൻ മനുഷ്യനല്ലേ, ഞാൻ ഇവിടെ താമസിക്കുന്ന ആളല്ലേ? ഇല്ല, ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ പോലുള്ള ആളുകൾ എടുത്ത് രാവിലെ മുതൽ ഇത്രയും നേരം വരെ വായിട്ട് അലച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് കാര്യം? അടിയിൽപ്പെട്ടെങ്ങാനും ഒഴുകിപ്പോയാലൊന്ന് പേടിച്ചിട്ടാണ്. സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി നീയല്ലേ പറഞ്ഞത് ഇവിടെ സാറുമായിട്ട് സംസാരിക്കുമ്പോ കുറച്ച് പേടി പറഞ്ഞു. ഇപ്പൊ കുറെ പേടി കൂടി. നിങ്ങൾ അയാളെ വിളിച്ചോണ്ട് പോ. ഇയാളേക്ക് എന്തിനാ തഹസീൽദാർ ഓഫീസിലേക്ക് വിളിച്ചോണ്ട് വരണത്? പറ്റിപ്പോയതാ സാറേ. നോക്കൂ, ഇത് ഇത്ര പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് മഴ ഉണ്ടാക്കിയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഭീതി മാത്രമാണ്. മഴ നിലയ്ക്കുന്നതോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും, എല്ലാം പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. ധൈര്യമായിട്ട് പോകും കേട്ടോ. ശരി സാർ. ഇവിടെയൊക്കെ വെള്ളമല്ലായിരുന്നില്ലേ? എത്ര പെട്ടെന്ന് വെള്ളാണ്ട് വലിഞ്ഞില്ലേ? എത്ര കാലാണ് തീ തിന്നിട്ട് ഒന്നിച്ചെങ്കിലും വെള്ളം വരും, ആകെ ഒഴുകിപ്പോവും. പേടിച്ചെന്റെ ഇടങ്ങറായി പോയി. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിലല്ലേ. എന്തായാലും പുലി പോലെ വന്നത് എലി പോലെ അങ്ങോട്ട് പോയി നിറഞ്ഞ മഴ വേണപ്പാ, മഴയില്ലാണ്ട് നടക്കൂലല്ലോ. മഴ വേണോ? പക്ഷെ മഴ ഇങ്ങനെ ഇടങ്ങറാക്കാൻ പാടില്ല മനുഷ്യനെ. അല്ല, അതല്ലെങ്കിൽ അങ്ങനെയാണ്. ഒരു കാലത്ത് മഴ അങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പെയ്തോണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ മഴ 7 ജമത്തിന് കാണില്ല. എനിക്ക് 10,000 രൂപ ലാഭം കിട്ടി. അതെ, JCBയുടെ ട്യൂബിന് ഞാൻ ഏതാണ്ട് അഡ്വാൻസ് കൊടുത്തെല്ലാം പറഞ്ഞു വെച്ചിരിക്കായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് പേടിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്ക് മുമ്പേ അറിയായിരുന്നു ഈ മറ്റേ ഓറഞ്ച് തരണൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞ് മഴ കുറഞ്ഞില്ലെങ്കിൽ മാത്രമേ തുറന്നു വിടൂന്ന്. അന്ന് പറഞ്ഞില്ലല്ലോ. ഓറഞ്ച് സാറും കേട്ടപ്പോ ആദ്യം അല്ല, അത് പിന്നെ കൂടുള്ളവരൊക്കെ ഇങ്ങനെ പേടി പറഞ്ഞാൽ നമ്മളും ഒരു മനുഷ്യനല്ലേ. അതല്ല, നമ്മുടെ സീതളേട്ടന്റെ വിവരം കേട്ടോ? അത് മിണ്ടരുത്. എന്തായിരുന്നു ധൈര്യം? നെഞ്ഞും വരുത്തി നിൽക്കായിരുന്നു.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല അയാളെ ധൈര്യക്കുറവല്ല, അയാളെ പെണ്ണുങ്ങളെ ധൈര്യക്കുറവാണ് അത് എല്ലാരും പറയണ്ടായി. അവർക്ക് ഭയങ്കര പേടിയാ. പെണ്ണുങ്ങൾക്ക് ഭയങ്കര പേടിയാ. അല്ല അത് പിന്നെ പൊതുവെ അങ്ങനെ തന്നെയാണ്. ഏത് പുലിയും പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയില്ല ഏട്ടാ, ചെറിയൊരു ഉൾഭയം ഉണ്ടായി. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാട്ടോ. സീതലേട്ടന്റെ ഭാര്യന്റെ പേടിയായിരുന്നാ പോയത്. ഞാന് എനിക്ക് പേടിയായിട്ട് ഞാൻ എന്റെ ഭാര്യനോട് പറഞ്ഞ വയനാട്ടിലേക്ക് പോകാന്ന്. ഓളെറിഞ്ഞ് വേണ്ട, ഓളെ ധൈര്യത്തിന് അവിടെ വന്നത്. എന്റെ തിരുവനന്തപുരത്ത് പോക്ക് മുടക്കിയത് ആരാന്നറിയാമോ? എന്റെ വീട്ടിലെ ക്ലോക്ക്. കുറച്ചു ദിവസമായിട്ട് അത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാ ഓടണത്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ 1 മണിക്കൂർ മുമ്പ് ബസ് പോയി. അപ്പോഴേക്ക് എനിക്ക് വിശന്നപ്പോ ഞാൻ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വിശന്നാ പിന്നെ നമുക്ക് ഭ്രാന്താണല്ലോ. വിശപ്പിന്റെ മുമ്പിൽ പിന്നെ എന്താ വെള്ളം? എനിക്കത് കഴിക്കാൻ പറ്റില്ല. എനിക്ക് പിന്നെ എവിടെയും പോവാല്ലാത്തോണ്ടാണ് ഞാൻ പോവാൻ. അതെ, പ്രേമിച്ച് കെട്ടുകൊണ്ട് അവളുടെ വീട്ടിലും കേട്ടില്ല, എന്റെ വീട്ടിലും കേട്ടില്ല. ആവുന്നേരാ. പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് വെച്ച വീടാ, അത് ഒലിച്ചു പോയിട്ട് പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? വന്നത് വരട്ടെ എന്ന് കരുതി അവിടെ നിന്ന് പോയവരൊക്കെ ഒരു കാര്യം. എത്ര കഷ്ടപ്പെട്ടിട്ടാ സാധനം കെടുത്തവർ ഇവിടുന്ന് മുങ്ങിയത്. നമ്മുടെ ശശിയും ദാമോദരനും ഇവരൊക്കെ പോയ കൂട്ടത്തിലാ. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു ചെറിയ വിഷമമുണ്ട്. ഇവിടെ ശശി ഇല്ലയോ? ശശിയുടെ ഞാൻ ഒരു 10,000 രൂപ കടമ മേടിച്ചായിരുന്നു. അതിപ്പോ തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് ആയി. പക്ഷെ ഇപ്പൊ ആണ് ആലോചിച്ചോ മണ്ടത്രേ പോയി 26,000 രൂപ മേടിക്കാളായിരുന്നു. ശശി പോയല്ലോ, നിങ്ങൾ വരില്ലല്ലോ. ശശി തിരിച്ചു വന്നു. ദാമോദരൻ വന്നോ? അല്ല ഇവരൊക്കെ വന്നിട്ട് എന്താ ശീതളം വരാത്ത്? ശീതലാട്ടം മാത്രമേ ഇനി വരാൻ ബാക്കിയുള്ളൂ. അതെ, ശീതളൻ അങ്ങനെ നല്ല ചങ്കുറപ്പുള്ള മനുഷ്യനാ. അവന്റെ ഭാര്യ വിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല, ഭാര്യന്റെ പേടിയുണ്ടാ. അയാള് കൂടെ ഉള്ളത് നമുക്കൊരു ബലാണേ. എന്തിനു മുമ്പിൽ ഇറങ്ങാൻ ഒരു ചങ്കൂറ്റുള്ള മനുഷ്യനാ.